എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവനാകുന്നു നിങ്ങളുടെ റബ്ബ്. എന്നിട്ടോ ദൈവത്തിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, അവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല, തീർന്നില്ല. അവർ ഈത്തപ്പന കുരുവിന്റെ പാട പോലും വിധേയമാക്കിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 73-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം 13-ാമത്തെ വചനം വ്യക്തമാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരേ ഒരു കാര്യം, മരണം മറന്ന മുസ്ലിംകൾ എന്ന ഈ വിഷയത്തിലൂടെ ഈ പ്രദേശത്തുകാരോട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും, എല്ലാ ആത്മാവും മരണത്തെ ടേസ്റ്റ് ചെയ്യും, മരണം ആസ്വദിക്കും. വ്യത്യസ്ത രൂപത്തിലുള്ള മരണങ്ങൾ, ആത്മഹത്യകൾ, സൈനൈഡുകൾ, ബോംബ് പൊട്ടിയിട്ട്, അതുപോലെ തന്നെ തോക്കിന്റെ വെടിയുണ്ടകളേറ്റിട്ട്, പല രൂപത്തിൽ പല കോലത്തിൽ സൈലന്റ് അറ്റാക്ക്, അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള മരണത്തിന് മനുഷ്യൻ സാക്ഷ്യം വഹിക്കും. പക്ഷേ ആ മരണം തൃപ്തികരമാവണം. യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളായി മരിക്കണം. 89-ാം അധ്യായം സൂറത്ത് ഫജ്ർ 27, 28, 29 വചനങ്ങൾ വ്യക്തമാണ്. അപ്പം മരണത്തിന് ശേഷമുള്ള സന്തോഷകരമായ ജീവിതം, നന്മ ചെയ്ത് സുഹൃതം ചെയ്ത് ലോകത്തിനു വേണ്ടി നന്മകളുടെ പ്രകാശകിരണങ്ങളായി മാറാൻ ദൈവം തമ്പുരാൻ മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാവിലെയാകുന്നു, നേരം വെളുക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിന്റെ അന്തിമമായ ഒരു യാത്രയിൽ ഒരു യാത്രക്കാരന്റെ അനുഭവങ്ങളും പാതയങ്ങളും അവനങ്ങ് ചെന്നു ചേരാൻ ദൈവസന്നിധിയിൽ ഒരു പാതയും ചെയ്ത സുഹൃതങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന പരമകാരുണികന്റെ സന്നിധാനത്ത് വിനയാന്വിതനായി ചെയ്തു കൂട്ടിയ സുഹൃത്തത്തിന്റെ അനന്തരഫലങ്ങൾ ആസ്വദിക്കാൻ ചെല്ലുന്ന ധന്യമീ നിമിഷം, അതെത്ര ഗംഭീരമാണ്. മണ്ണിന്റെ ഭാഗമല്ല. വല്ലാഹു അംബതകും മിനൽ അർളി നബാത സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാത. 71-ാം അധ്യായം 14, 15, 16 വചനങ്ങൾ. നിങ്ങൾ ഈ മണ്ണിന്റെ ഭാഗമായി, ഈ മണ്ണിൽ നിന്ന് ദൈവം നിങ്ങളെ വിളപ്പിച്ചു, പിന്നെ മണ്ണിലേക്ക് തന്നെ കൊണ്ടുവെക്കും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 55-ാമത്തെ വചനമാണ്. നിങ്ങൾ മണ്ണിൽ നിന്നാണ്, വീണ്ടും നിങ്ങൾ മണ്ണിലേക്ക്, ആ മണ്ണിൽ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽക്കും. വിചാരണയുടെ ലോകം, എല്ലാവരും പരസ്പരം കാണും. കണ്ണൂരിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ, കൊട്ടേഷൻ പാർട്ടികൾ, എല്ലാവരും പരസ്പരം ചെളിവാറി എറിഞ്ഞപ്പോ അതിലാര് നല്ലവർ ആര് ചീത്ത, അത് തെളിയിക്കപ്പെടുന്ന ഒരു കോടതി വേണം. മാറാട് കലാപത്തിന്റെ സൂത്രധാരന്മാരാര് എന്ന് പറയുന്ന ചേകന്നൂർ മൗലവിയുടെ ശരീരം വെട്ടിനുറുക്കി പല കോലങ്ങളിലാക്കിയത് ആര് എന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടും അയാൾ സൃഷ്ടിക്കപ്പെടാതെ സർവതന്ത്ര സ്വതന്ത്രനായി കേരളത്തിലെ മഹായാത്രക്ക് GMC-യിൽ നേതൃത്വം നൽകുമ്പോ അത് തിരിച്ചറിയുന്ന ഒരു ലോകമുണ്ടാകണം. സകല കള്ളന്മാരെയും കൊള്ളക്കാരെയും വേർതിരിക്കുന്ന ഒരു ലോകമുണ്ടാകണം. അതേ, എല്ലാ കുംഭകോണങ്ങളുടെയും തോന്നിയാസങ്ങളുടെ മുന്നിൽ രഥയാത്ര നടത്തി മനുഷ്യരെ പറ്റിച്ചവർക്കും പരസ്പരം തല്ലാൻ പ്രേരിപ്പിച്ചവർക്കും ഹിന്ദു എന്ന നിഷ്കളങ്കനായ ഹിന്ദു സമൂഹം എന്ന നിഷ്കളങ്കരെയും മുസ്ലിംകൾ എന്ന സാധാരണക്കാരെയും നിഷ്കളങ്കരെയും തമ്മിൽ തല്ലിച്ച കുറേറെയുമുള്ള ഇരുപാർട്ടികളുടെ നേതാക്കന്മാരെയും തിരിച്ചറിയുന്ന ഒരു ലോകമുണ്ടാകണം. അമേരിക്ക ലോകത്തിന് മുമ്പിൽ കാണിച്ച നിറനായാട്ടുകളുടെ ചരിത്രം തെളിയിക്കപ്പെടുന്ന അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ആക്രമിച്ചത് അമേരിക്ക തന്നെയാണ് എന്ന് ബുദ്ധിജീവികൾക്കൊക്കെ അറിയാം. പക്ഷേ എല്ലാവരും അറിയുന്ന ഒരു ലോകം, ജോർജ് W. ബുഷിന്റെ ദൈവസന്നിധിയിൽ വിചാരണ ചെയ്യുന്ന ഒരു ദിവസം, ഗോഡ്സെയെ ദൈവസന്നിധിയിൽ, മഹാത്മാഗാന്ധിയെ ദൈവസന്നിധിയിൽ ചെയ്തു കൂട്ടിയ പാപക്കറുകളുടെയും സുഹൃത്തിന്റെയും പേരിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം, അപ്പൊ ഇതെല്ലാം തെളിയിക്കപ്പെടുന്ന ഒരു ലോകമുണ്ടാകണം. അതുകൊണ്ട് വിശ്വാസികളോട് ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ അബ്ദുല്ലാഹ് കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ അബ്ർ സബീൽ, ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. യഅലമു അന്നമൽ ഹയാത്തു ദുനിയ 50-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. ഈ ലോകം അത് വഞ്ചനയുടെ വിഭവമാണ്. ഇവിടെ അല്ല നിങ്ങളുടെ ശാശ്വത ജീവിതം. ഇതൊരു പരീക്ഷണക്കളരിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ച ചുമ്മാതല്ല. നിങ്ങൾ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് ആരാ? ഇതിനാ മരണവും ജീവിതവും.
ഖുർആൻ മറുപടി പറയും, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവൃത്തി പ്രവർത്തിക്കുന്നത് ആര് എന്ന് ദൈവത്തിന് പരീക്ഷിക്കാനാ. മനുഷ്യർക്ക് മരണവും ജീവിതവും നൽകി എന്തിനാ? ചുമ്മാതല്ല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി പ്രവർത്തിക്കുന്നത് നോക്കാനാണ്. ഇതാണ് ഖുർആൻ 60-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയും. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. 2-ാം അധ്യായം 281-ാമത്തെ വചനം. ഖുർആനിലെ അവസാന സൂക്തം എന്താ പറയുന്നത്? ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അവിടുത്തെ വിജയവും രക്ഷയുമാണ് യഥാർത്ഥ വിജയം. അവിടെ രക്ഷപ്പെടുന്നു. അതാണ് ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന. ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. അതാണ് വിജയം. ഈ ദുനിയാവ് മത്താഉൽ ഉറൂറാണ്, വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. ഇത് കണ്ട് കണ്ണഞ്ചി പോകരുത്. ശ്രീമദ് ഭഗവത്ഗീത ഈ കാര്യം വളരെ വ്യക്തമായി പറയും. എന്തിനധികം ശ്രീരാമനെ കാട്ടു പറഞ്ഞയച്ചപ്പോ ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ അരയിൽ തൂക്കിയ വാള് അലങ്കാരത്തിനുള്ളതല്ല, എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യമുണ്ടെനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും. എന്റെ പ്രശ്നം ശ്രീരാമന്റെ രാജകീയ ജീവിതത്തെ മറന്ന് കാട്ടുപോകാൻ വേണ്ടിന്റെ പേരില്ല. സുഖലോലുപതയിൽ നിന്ന് കാട്ടിന്റെ ജീവിതത്തിന്റെ ദുഷ്കരമായ ലോകത്തേക്ക് ശ്രീരാമൻ എന്ന സഹോദരനെ കൊണ്ടുവന്നപ്പോ ലക്ഷ്മണൻ ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മണനോട് ശ്രീരാമൻ ഒന്നും പറഞ്ഞില്ല. ചിത്രകൂടത്ത് വന്നപ്പോൾ രാമൻ പറഞ്ഞു, വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കനീ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാകിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്ര കളത്രാദി സംഗമം എത്രയും ചഞ്ചലമായ സംഗമം. നോക്കൂ, പാമ്പർ പെരുവഴി അമ്പലം തെന്നിലേ, പാമ്പർ പെരുവഴി അമ്പലം തെന്നിലേ. വളരെ മനോഹരമായ വരികളാണത്. അവിടെ പറയുന്നതിന് എന്തെന്നറിയോ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കനീ. നോക്കൂ, എല്ലാ സുഖവും രാജകീയ ജീവിതവും കണ്ണ് ചുമ്മേ അവസാനിച്ചു. അല്ലേ? മനുഷ്യൻ എന്തൊക്കെ മൂടിവെക്ക. ജഗദീഷ് ശ്രീകുമാർ മരിച്ചപ്പോ 2 ഭാര്യയും കുട്ടികളുള്ള ലോകം അറിഞ്ഞ് അയാൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. എന്റെ ഭാര്യ ആദ്യത്തെ ഭാര്യ ഇത് അറിഞ്ഞിട്ടുണ്ട്. ബോധം കെട്ടെടുക്കുന്നു. ആലോചിക്കണേ മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ മറ്റേ ഭാര്യയും കുഞ്ഞുങ്ങളും വന്ന് മിംസിൽ നിലടിച്ചപ്പോ ഇതാരാണ്? ഇതിന്റെ ഭർത്താവല്ല എടുക്കുന്നത്. അപ്പൊ മറ്റേ പെണ്ണ് ഇന്ത്യയും ഭർത്താവല്ലേ? കണ്ടോ കാവട്യം? കണ്ടോ? ജീവിതം കണ്ടോ? മനുഷ്യന്റെ ഏത് ഉന്നത ശ്രേണിയിലെത്തുമ്പോ മനുഷ്യന്റെ ജീവിതം കണ്ടോ? മനുഷ്യന്റെ ജീവിതം ലഘു. അതുകൊണ്ട് ആലോചിക്കുന്നല്ല, മനുഷ്യൻ ജീവിതകാലത്ത് ഒരാൾ മരിക്കുമ്പോ ലോകം പറയണം സുഹൃതവാനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, ഇരു ലോകവും പറയണം. അതാണ്. ഇനി നിങ്ങൾ ആലോചിച്ചിട്ടൊന്നുമില്ല എന്ന് നിഷേധിച്ചിട്ട് നന്നായ ഒരാൾ കൂടെ ജീവിച്ചിട്ട് മരിച്ചവനെന്തോ ആശപ്പെടാനുണ്ടോ? നേരെ മറിച്ച് നിഷേധിച്ചോനോ മരണത്തിന് ശേഷം എങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിലോ പെട്ടില്ലേ, പിന്നെ തിരിച്ചു വരാൻ കഴിയോ? അപ്പൊ നന്നായാലല്ലേ എന്തുകൊണ്ട് നല്ലത്? ഇല്ല എന്ന് വാദിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, ഇല്ലാന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പറയാം. എങ്കിൽ പോലും നന്നായാൽ എന്താ കുഴപ്പം? നന്നായാൽ എന്താ കുഴപ്പം? ഇനി നന്നായില്ല കേടുന്നു ഉണ്ടെങ്കിലോ നിങ്ങളെ കാര്യം കണ്ടുപോയല്ലേ, പിന്നെ ആര് രക്ഷപ്പെടുത്തും? നിങ്ങളെ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്ദഖ മിനസ് സ്വാലിഹീൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മക്കളിലെ ദൈവത്തെ മറക്കാൻ ആ മക്കൾ കാരണമാവാൻ പാടില്ല. നിങ്ങളുടെ സമ്പത്തില്ലേ, ആ സമ്പത്തോട്ട് ദൈവത്തെ ഇതൊക്കെ അവനാ നിങ്ങൾക്ക് തന്ന് നിമ്മാറതക്കിനാവും നാം അങ്ങക്ക് ഇതൊക്കെ നൽകിയത് എന്ന് പ്രപഞ്ചത്തിന്റെ നാഥൻ. അതുകൊണ്ട് ഒന്നാമതായി മരണത്തിന് ശേഷമുള്ള ജീവിതം മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, അക്സിറു റസൂലുള്ള പറയും, നിങ്ങൾ മരണത്തെ ധാരാളം ഓർക്കണം. ഏത് നിമിഷവും നിങ്ങളിലേക്ക് വന്നു ചേരാവുന്ന റസൂലുള്ളാഹ് വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 42-ൽ പറഞ്ഞു, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. എന്റെ പ്രിയങ്കരനായ അയൽവാസി,
എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ഹാരിസ് കായക്കൊടി ഓടി വരികയാണ് എന്റെ വീട്ടിലേക്ക് ഒരു പ്രഭാതത്തിൽ. ഓടി വന്ന് എന്റെ ബെഡിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഒരൊറ്റ കരച്ചിലാണ്. ഞാൻ ചോദിച്ചു, എന്താ മോനെ? ഒന്നുമില്ല, എന്റെ ഭാര്യയുടെ ഉമ്മ ഇന്നലെ രാത്രി ഇവിടെ വന്നാ എനിക്കതാ അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ ഉമ്മ എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് രാത്രി മരുമകനോട് പറയാം, എന്നെ ഒന്ന് കൊണ്ടുപോകണം എന്റെ വീട്ടിലേക്ക്. 40 വയസ്സുള്ളൊരു സ്ത്രീ. ആലോചിക്കുക, മനുഷ്യന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. എത്ര ഉദാഹരണങ്ങളാണ് പത്രത്തിൽ, എത്രയെത്ര ഉദാഹരണങ്ങൾ. ആർക്കെങ്കിലും 2 വീലർ ആക്സിഡന്റ് പറ്റി മുറിഞ്ഞി മരിച്ചത് കണ്ടിട്ട് എന്നിട്ട് 120 സ്പീഡിലല്ലേ പോണത് യുവാക്കള്? അവനൊക്കെ വിചാരം എന്താണ്? ഇന്ത്യ മുഴുവൻ ഞാനാ ഭരിക്കുന്നത്. ചിലപ്പോ കൊണ്ട് തോന്നുന്നു ആകാശത്ത് എന്റെ കൺട്രോളിലാണ്. എന്തുപോലെ ഇത്ര വീതിയുള്ള 2 വീലർ ഓടിച്ചൊന്നും ഒന്നുമില്ല. ഈ സ്പീഡ് കൂട്ടുന്നോടിക്ക് വിഡ്ഢിയ. അന്നെക്കുറിച്ച് പക്കതുള്ളവർ എന്താ പറയുക? തെറിച്ച ചേക്കേ, വേറൊന്നുമില്ല. ഓന്റെ വിചാരത ഞാൻ അത്യാവശ്യം മസിലൊക്കെ ഉണ്ടല്ലേ, ഒരു വളയൊക്കെ ഇട്ട് തരക്കടയിൽ ഒരു ചുവന്ന ചരലൊക്കെ കിട്ടിയാൽ അത്യാവശ്യം ഒരു മസില് വെറുതെ പള്ളർത്തും തീട്ടല്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞ വേറെന്താ? അതുകൊണ്ടല്ലേ ഷുജായി മൊയ്തുമലേ പറഞ്ഞേ, പൊട്ടാനി മുൻപുള്ളി പിഞ്ചോരക്കട്ട പിന്നെ നീ കാട്ടൻ ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്തിച്ചക് മല്ല പൊട്ട പറവിനൂടെ ലിംബഹൂമാനം പൊട്ട